ഷഹാനയ്ക്കും കൂടെ ഓക്കെ ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷഹാനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ ഇത് കണ്ടു, ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക കൗൺസിൽസ് ആണ്. അപ്പം ഷാലുവിന്റെ സൈഡിൽ നിന്ന് ഷഹാന ഇത് പറയണം. ഓക്കെ, അപ്പൊ ഷഹാന ഇത് പറയണം, സേതുവിന്റെ സൈഡിൽ നിന്ന് ശരത്ത് ഇത് പറഞ്ഞോളൂ. അപ്പൊ ശരത്ത് ഒരു ഇൻട്രൊഡക്ഷൻ മാതിരി അത് കൊടുത്തോളും. അപ്പൊ ഇത് ഇപ്പം ഷഹാന എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഷാലുവിന്റെ സൈഡിൽ നിന്ന് നമ്മൾ റഷ്യൻ ആൽക്കഹോൾ മാർക്കറ്റിലെ മേജർ പ്ലെയർ ആണ്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്, ഈ നിങ്ങളുടെ കമ്പനി വണ്ടർ ബ്രാൻഡ്സ്കി എന്ന് പറയുന്നതിൽ ലീഡിങ് ബ്രാൻഡ്സ് ഉണ്ട്. അവർ ഇത് 3 ബ്രാൻഡ്സിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറയേണ്ടത്, ഷഹാന പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ലീഡിങ് ബ്രാൻഡ്സ് ഉണ്ട്, ടോപ്പ് ഓഫ് ദ മാർക്കറ്റ് വോഡ്കാസ് ആണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പിക്കോ ബെല്ലോ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇറ്റ് ഈസ് ഹൈ വോളിയം. ഓക്കെ, അപ്പൊ ഈ ലീഡിങ് ബ്രാൻഡ്സ് ടോപ്പ് ഓഫ് ദ മാർക്കറ്റ് വോഡ്കാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് പല പ്രീമിയം വോഡ്ക ഉണ്ട്, സൂപ്പർ പ്രീമിയം വോഡ്ക ഉണ്ട്. ഹൈ വോളിയം എന്ന് പറയുന്നത് പ്രീമിയത്തിന്റെ ലോവർ സൈഡ് കിടക്കുന്നതാണ്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. ഈ പിക്കോ ബെല്ലോ ഹൈ വോളിയം എന്ന് പറഞ്ഞാൽ അത് പ്രീമിയത്തിന്റെ ലോവർ സൈഡ് കിടക്കുന്നതാണ്. പക്ഷെ ഈ സെനിസ്കായ ഇതൊക്കെ പറയുന്നത് ലീഡിങ് ബ്രാൻഡ്സ് എന്ന് പറയുന്നത് പ്രീമിയം ബ്രാൻഡ് അല്ലെങ്കിൽ സൂപ്പർ പ്രീമിയം ബ്രാൻഡിലാണ്. ഓക്കെ, എന്നിട്ട് അപ്പം പറയും, നിങ്ങൾ ഇങ്ങനെ ഈ പിക്കോ ബെല്ലോ ആണ് നിങ്ങൾ എടുത്തുണ്ടായിരുന്നത്. അപ്പൊ റീസെന്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാണ് പബ്ലിക് ഡിമാൻഡ്സിനനുസരിച്ചിട്ട് ഒരു പുതിയൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ ഷാലുവിന്റെ കമ്പനിക്ക് ഓൾറെഡി ഒക്ടേവ് എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഉണ്ട്. ഒക്ടേവ് നിങ്ങളുടെ ട്രേഡ് മാർക്കാണ്. പിന്നെ സേതുവിന്റെ കമ്പനി 1992 അവരുടെ ആ 3 ഡയമെൻഷണൽ ബോട്ടിൽ യൂസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഷാലുവിന്റെ കമ്പനിക്ക് 1992 കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രേഡ് മാർക്ക് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ യൂസ് ചെയ്യാൻ വേണ്ടി ലൈസൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഷാലുവിന്റെ കമ്പനിയുടെ അടുത്ത് സേതുവിന്റെ കമ്പനിയുടെ 3 ഡയമെൻഷണൽ മാർക്കിന്റെ ആ ബോട്ടിൽ യൂസ് ചെയ്യാനുള്ള ലൈസൻസും ഉണ്ട്. ഒക്ടേവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കും ഷാലുവിന്റെ കമ്പനിയുടെ ട്രേഡ് മാർക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി സോ വി ഡിസൈഡഡ് ടു ഇറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ ടു യൂസ് ഇറ്റ്. അപ്പൊ അവരെന്ത് ചെയ്തു, ഷാലുവിന്റെ കമ്പനി ആ ബോട്ടിൽ വെച്ചു, പിന്നെ ഒക്ടേവ് എന്നുള്ള ട്രേഡ് മാർക്കും വെച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്ത സമയത്ത് അങ്ങനെ ലോഞ്ച് ചെയ്ത സമയത്താണ് സേതുവിന്റെ കമ്പനി അവരുടെ ബോട്ടിലായിട്ട് വരുന്ന കിക്ക് ഒക്ടേവ് എന്നുള്ളത്. അപ്പം ഈ കിക്ക് ഒക്ടേവ് എന്ന് പറയുന്നത് ഇവരുടെ ഒക്ടേവിൽ ഉള്ള സ്ഥലത്തേക്കാണ് ഈ ഒക്ടേൻ വരുന്നത്. അപ്പൊ അവര് പറയുന്നത്, ഇപ്പം ഷാലുവിന്റെ കമ്പനി അഡ്വക്കേറ്റ് ഷഹാന പറയുന്നത് ഇത് ഇൻഫ്രിഞ്ചസ് ഓൺ അവർ പ്രീവിയസ് ഒക്ടേവ് ബ്രാൻഡ്. അത്രയും സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഞങ്ങളുടെയാണ് ഒക്ടേവ് ബ്രാൻഡ്. ആ ഒക്ടേവ് ഞങ്ങൾ റഷ്യയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതുവിന്റെ കമ്പനി റഷ്യയിലേക്ക് കയറി വരികയാണ് ഒക്ടേവ് ബ്രാൻഡുമായിട്ട്. അപ്പൊ ഷാലുവിന്റെ അഡ്വക്കേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒക്ടേവ് ബ്രാൻഡിന്റെ ട്രേഡ് ഇൻഫ്രിഞ്ച്മെന്റ് ആണ് നിങ്ങൾ ഇത് ഒക്ടേവ് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ മാത്രം മാറ്റിയിട്ട് വരുമ്പോൾ. ഇനി നൗ യു സെൻഡ് us an email. അപ്പൊ ഇവിടെ സേതു ആണ് ഇമെയിൽ അയക്കുന്നത് ഷാലുവിന്. ഇമെയിൽ സെയിങ് ദാറ്റ് വി ആർ ആക്ച്വലി infringing your trademark, saying your trademark is well known. Okay, ഇപ്പോഴോ ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം now you send us an email. അപ്പം ഷഹാന പറയാണ് സേതു ആ സമയം കേൾക്കുന്നില്ലേ? ഓക്കെ, ഇപ്പോഴോ സേതുവിനെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സേതു ഒരു മെയിൽ അയക്കുന്നത്, ദാറ്റ് വി ആർ ആക്ച്വലി, സേതു ഒരു ഇമെയിൽ ഷാലുവിന് അയക്കണം, നിങ്ങൾ ഞങ്ങളുടെ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച് ചെയ്യാണെന്ന്. ഓക്കെ, സെയിങ് യുവർ ട്രേഡ് മാർക്ക് ഈസ് വെൽ നോൺ. അപ്പൊ അവിടെ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് വരികയാണ്, ആരുടെ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബാക്കി ശരത്ത് പറഞ്ഞോളൂ. ശരത്ത് പറയുന്നത് സേതുവിൻ്റെതാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൽക്കപോർട്സിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ 4th ലാർജസ്റ്റ് സ്പിരിറ്റ് പ്രൊവൈഡർ ആണ്. പിന്നെ ഈ കിക്ക് ബ്രാൻഡ്, അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കിക്ക് ഒക്ടേൻ. ഓക്കെ, സേതുവിന്റെ ഈ കിക്ക് ഒക്ടേൻ എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വോഡ്കയാണ്. അത് മോസ്കോയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും ഉണ്ട്. അതായത് നമ്മൾ ഈ എയർപോർട്ടിന്റെ അടുത്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ, റഷ്യയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും കിക്ക് ഒക്ടേൻ വിൽക്കുന്നുണ്ട്. ഈ 8 സൈഡഡ് ബോട്ടിൽ ഈസ് വെരി ഫേമസ്. ലോകം മുഴുവൻ സേതുവിന്റെ കമ്പനി 8 സൈഡഡ് ബോട്ടിലാണ് ഈ വോഡ്ക കൊടുക്കുന്നത്. അത് ആ കമ്പനിയുടെ സിഗ്നേച്ചർ ആണ്. ആ ബോട്ടിൽ കാണുമ്പോൾ തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ആൽക്കപോർട്സ് എന്നുള്ള കമ്പനിയാണ്. അതാണ് സോഴ്സ് ഐഡന്റിഫയർ. ആ കമ്പനിയുടെ ഗുഡ് വില്ലിന്റെ സോഴ്സ് ഐഡന്റിഫയർ അതാണ്.
എന്നിട്ട് അത് ആ 2 ബോട്ടിലും കാണിക്കണം. അതായത് ഞങ്ങളുടെ ബോട്ടിൽ ഇതാണ്, ആ സമയത്താണ് അവരുടെ ബോട്ടിൽ വരുന്നത്. അത് ശരത്ത് പറഞ്ഞോളൂ. ഓക്കെ, ദ ലേബൽ സ്പീക്കിംഗ്. അപ്പൊ ആ ലേബലും കാരണം കൺഫ്യൂഷൻ വന്നിട്ട് ഇത് ചെയ്യാണ്, അവരുടെ ഗുഡ് വിൽ എടുക്കുകയാണ്. വി ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് അബാൻഡ്. ഇനി ഇവര് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ സേതുവിന്റെ കമ്പനി, ഷാലുവിന്റെ കമ്പനിക്ക് ആ 3 ബ്രാൻഡ്സിന്റെ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാനുള്ള ലൈസൻസ് തന്നിട്ടുണ്ട്. പക്ഷെ 1992 കൊടുത്ത ലൈസൻസ്, ആ 8 സൈഡഡ് ബോട്ടിലിനുള്ള ലൈസൻസ് ഇത്രയും കാലമായിട്ട് അവർ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇറ്റ് ഈസ് എഫക്റ്റീവ് ആഫ്റ്റർ ഇറ്റ് സാറ്റ് ഫോർ സോ മെനി ഇയേഴ്സ്. ഓക്കെ, വി ഡോണ്ട് ബിലീവ്. അതുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിട്ട് ഞങ്ങളിപ്പം റഷ്യൻ മാർക്കറ്റിലോട്ട് കയറി വരുമ്പോൾ നിങ്ങൾ 1992 ലൈസൻസ് എടുത്തു വെച്ചിട്ട് വെറുതെ ഇരുന്നിട്ട് ഇപ്പൊ അതെടുത്തിട്ട് ഉപയോഗിക്കുകയാണ്. അതാണ് അവിടെ ആർഗ്യുമെന്റ് വരുന്നത്. അതുകൊണ്ട് ഇത് എൻഫോഴ്സിബിൾ അല്ല എന്നുള്ളതാണ് ശരത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ലോയേഴ്സിന്റെ ആ പോർഷൻ അവിടെ കഴിയും. ഇനി നിങ്ങൾ പ്രസിഡന്റ്സിനോടാണ് ചോദിക്കുന്നത്, ലോയേഴ്സ്, കാരണം നിങ്ങളാണല്ലോ കമ്പനിയുടെ പ്രസിഡന്റ്. അപ്പൊ ഞാൻ ആദ്യം ഷാലുവിന്റെ സൈഡിലേക്ക് വരും. എന്നിട്ട് ഞാൻ ചോദിക്കും, ഇത് മീഡിയേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളുടെ ബിസിനസ് ഇൻട്രസ്റ്റിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയണം. അപ്പൊ ഞാൻ ഷാലുവിനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ, വാട്ട് ആർ യുവർ ഇന്റൻഷൻസ് ഇൻ ദ റഷ്യൻ മാർക്കറ്റ്? നിങ്ങൾ റഷ്യൻ മാർക്കറ്റിൽ, നിങ്ങൾ അവിടെ റഷ്യയിലാണ്, നിങ്ങൾക്ക് അവിടെ റഷ്യയിൽ മാത്രമേ വിൽക്കുന്നുള്ളൂ, നിങ്ങൾ ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നത് പിക്കോ ബെല്ലോ ആണ്. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ? കേൾക്കാവുന്നുണ്ടോ? ഇപ്പോഴോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പോയോ? കേൾക്കുന്നില്ലേ? അപ്പം അപ്പം എന്താണ്, അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താന്ന് ഞാൻ ഷാലുവിനോട് ചോദിക്കുക. അപ്പൊ പറയണം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പിക്കോ ബെല്ലോ റീലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പറയുന്നത് വെച്ചാൽ അത് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഷാലു പറയുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ അകത്ത് 8 വർഷത്തെ 8 സൈഡഡ് ബോട്ടിലിന്റെ ലൈസൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ഒക്ടേവ് എന്നുള്ള ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പിക്കോ ബെല്ലോനെ റീലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ സേതുവിന്റെ കമ്പനിക്ക് എന്താണ് കുഴപ്പം എന്നുള്ളതാണ് ഷാലു ചോദിക്കുന്നത് അവിടെ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി സേതുവിനോട് ചോദിക്കും, നിങ്ങളുടെ ബിസിനസ് ഇന്റൻഷൻസ് എന്താണെന്ന് ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഷാലുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സേതുവിലേക്ക് തിരിയും. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യണം. നിങ്ങൾ പറയുന്നത് ആൽക്കഹോൾസ് എന്ന് പറയുന്നത് വേൾഡിലെ ലാർജസ്റ്റ് ബിവറേജസ് ആൻഡ് സ്പിരിറ്റ്സ് ആണ്, ഞങ്ങൾ റഷ്യയിലും കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാം, റഷ്യക്കും അറിയാം, ഷാലുവിനും അറിയാം, ഞങ്ങൾ ഏറ്റവും വലിയ ബിവറേജസ് ആൻഡ് സ്പിരിറ്റ്സ് വിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ അപ്പൊ സേതു പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ, അതായത് ഈ ഷാലുവിന്റെ കമ്പനിയുടെ പിക്കോ ബെല്ലോ എന്ന് പറയുന്നത് അധികം അത് ലാംഗ്വിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അധികം മാർക്കറ്റ് ഒന്നും കിട്ടാതെ സ്റ്റാൻഡേർഡ് ബ്രാൻഡ് മാർക്കറ്റിൽ അതിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ ട്രൈങ് ടു കോപ്പിയസ്. അങ്ങനെ ഇങ്ങനെ വെറുതെ നിന്നിരുന്ന ആ സമയത്ത്, അധികം മാർക്കറ്റ് ഇല്ലാതെ നിന്നിരുന്ന സമയത്ത്, ഞങ്ങളുടെ ഗുഡ് വില്ലിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ബോട്ടിലിന്റെ ഷേപ്പ് എല്ലാം അവർ കോപ്പി ചെയ്തു. ഞങ്ങളുടെ ബോട്ടിലിന്റെ ഷേപ്പ് കോപ്പി ചെയ്തു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം എ ഡെഡ് ലൈസൻസ് 1992 പണ്ടത്തെ ഒരു ലൈസൻസ് എടുത്തുകൊണ്ട് വന്നിട്ട് അവർ ആ ബോട്ടിലിന്റെ ഷേപ്പ് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് അവർ ആ പിക്കോ ബെല്ലോ എന്നുള്ള വോഡ്ക വിൽക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു കളർ സ്കീം, ഞങ്ങളുടെ ലേബലിന്റെ കളർ സ്കീമിന് സിമിലർ ആയിട്ടുള്ള ഒരു കളർ സ്കീം യൂസ് ചെയ്ത് ഒക്ടൈന് പകരം അവർ ഒക്ടേവ് എന്ന് എഴുതി. ഓക്കെ, അപ്പൊ അവർ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ, അവരുടെ ചീപ്പ്, ഞങ്ങൾ മോശമാണെന്ന് പറയുന്നില്ല, അവരുടെ ചീപ്പായിട്ടുള്ള വോഡ്ക അവര് ബാഡ് ഫെയ്ത്തിൽ അവർ എലിവേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഗുഡ് വില്ലിനെ ട്രേഡ് ചെയ്തുകൊണ്ട് അവരത് വിൽക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് സേതു പറഞ്ഞപ്പം ഷാലു പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്ക് അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാം. ഇല്ല, നിങ്ങൾക്ക് റഷ്യൻ ആൽക്കഹോൾ മാർക്കറ്റിനെ പറ്റി അറിയില്ല എന്ന് ഷാലു പറയാണ്. അപ്പം സേതു പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും, ഞങ്ങൾക്ക് ആൽക്കഹോൾ മാർക്കറ്റിനെ പറ്റി അറിയാൻ പറ്റില്ല എന്ന്. ഞങ്ങളുടെ കമ്പനി ലോകത്തെ ലാർജസ്റ്റ് സെല്ലേഴ്സ് ഓഫ് ആൽക്കഹോൾ ആണ്. നിങ്ങളുടെ കമ്പനി വണ്ടർ ബ്രാൻഡ്സിനേക്കാളും നല്ല കമ്പനിയാണ്, വലിയ കമ്പനിയാണ്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ആൽക്കഹോൾ മാർക്കറ്റിനെ പറ്റി അറിയാതിരിക്കുക? ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ ഞങ്ങളുടെ ട്രേഡ് ബില്ലിനെ ഇൻഫ്രിഞ്ച് ചെയ്ത് ഡെലിബറേറ്റ്ലി ട്രേഡ് ചെയ്തത് കൊണ്ടും നിങ്ങൾ ബാഡ് ഫെയ്ത്തിൽ ആക്ട് ചെയ്തതും കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്നിട്ട് സേതു എൻ്റെ അടുത്ത് പറയണം,
you are, if you ask me, they are acting they are nothing less than cheap pirates. അതായത് പൈറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കുന്ന ആൾക്കാർ, അതായത് വേറൊരാളുടെ ഐഡിയ, വേറൊരാളുടെ ട്രേഡ് മാർക്ക് കട്ടെടുത്തിട്ട് അവനവന്റെ പ്രോഡക്റ്റ് വിൽക്കുന്ന ചീപ്പ് പൈറേറ്റ് ആണെന്ന്. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾ ഷാലുവിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയാണ് ഇതേമാരത്തെ വേർഡ്സ് യൂസ് ചെയ്യരുത്, ചീപ്പ് പൈറേറ്റ്സ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യരുത്, എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ നിങ്ങൾ തമ്മിൽ അവിടെ കോൺഫ്ലിക്റ്റ് വരുന്നു, നിങ്ങൾ തമ്മിൽ അടിയാവുന്നു. അദ്ദേഹത്തിന് നിങ്ങൾ ഒരുപാട് ബഹളമൊന്നും അവിടെ ഉണ്ടാക്കരുത്, പക്ഷെ ഒരു ചെറിയൊരു ഹീറ്റഡ് ആർഗ്യുമെന്റ് അവിടെ വരും. അങ്ങനെ ഇത് പ്രൈവറ്റ് സെഷനിലേക്ക് അഡ്ജേൺ ചെയ്യും. അതുവരെ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ ഇരുന്നത്, അപ്പോൾ അത് പ്രൈവറ്റ് സെഷനിലേക്ക് അഡ്ജേൺ ചെയ്യും. ഓക്കെ, അങ്ങനെ ആദ്യത്തെ പ്രൈവറ്റ് സെഷനാണ്. മീഡിയേറ്റർ ഞാനും പിന്നെ ഷാലും ഷഹാനയും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇത് വോയിസ് ക്ലിയർ ആണോ? ആ, ഓക്കെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി ആദ്യത്തെ പ്രൈവറ്റ് സെഷൻ. അപ്പൊ നിങ്ങൾ തമ്മിൽ അടിയായി, ഞാൻ രണ്ടുപേരെടുത്ത് സെപ്പറേറ്റ് ആവാൻ പറഞ്ഞു, ഞാൻ ഷാലുവിന്റെ സൈഡിലേക്ക് വന്നു. ഓക്കെ, സൈഡിലേക്ക് വന്ന സമയത്ത് ഞാൻ ഷാലുവിന്റെ അടുത്ത് പറയാണ്, അപ്പൊ ഷാലുവും ഷഹാനയും മാത്രമേ ഉള്ളൂ, പിന്നെ ഞാനും ഉണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ തരികയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് എന്ത് പറയുന്നതും കോൺഫിഡൻഷ്യൽ ആയിരിക്കും, ഞാൻ അപ്പുറത്തെ സൈഡിനോട് പറയില്ല. അതായത് സേതുവിനോടും ശരത്തിനോടും ഞാൻ പറയില്ല, നമ്മൾ തമ്മിലുള്ള മീറ്റിംഗ് കോൺഫിഡൻഷ്യൽ ആണ്. നിങ്ങൾ ഓതറൈസ് ചെയ്യാതെ ഞാൻ ഒരു കാര്യവും മറ്റൊരുത്തേക്ക് പറയില്ല. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രൈവറ്റ് ആയിട്ട് ചോദിക്കുക, ആക്ച്വലി നിങ്ങളുടെ ബിസിനസിന്റെ ഉദ്ദേശം എന്താണ്? ഓക്കെ, അപ്പോൾ ഷാലു പറയാണ്, എനിക്ക് ആദ്യം സേതുവിന്റെ അടുത്ത് ഒരു അപ്പോളജി വേണം. അവരെനിക്കൊരു ലെറ്റർ എഴുതിയിട്ടാണ്, ഈ സേതുവാണ് എനിക്ക് ഇമെയിൽ അയച്ചിട്ട് ഇങ്ങനെ ഒരു മീഡിയേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞ്, എന്നിട്ട് അവരെന്നെ ചീപ്പ് പൈറേറ്റ് എന്ന് വിളിച്ചിട്ട് അവർ പോയി, എനിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് അപ്പോളജി വേണമെന്ന് ഷാലു മീഡിയേറ്ററോട് ആവശ്യപ്പെടുക. അപ്പൊ ഞാൻ പറയണം, ഐ അണ്ടർസ്റ്റാൻഡ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ കംപ്ലൈൻസ് ആൽക്കഹോൾസ്? ആൽക്കഹോൾസിന്റെ നിങ്ങൾക്കെതിരെയുള്ള കംപ്ലൈൻസിനെ പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന്. അപ്പം ഷഹാന പറയാണ്, ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ട്രേഡ് മാർക്ക് ലോയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആണ്. ആക്ച്വലി സേതുവിന്റെ സൈഡിൽ അവർക്ക് ഒരു ലീഗൽ ഗ്രൗണ്ടും ഇല്ല. അവർ റഷ്യയിൽ വന്നിട്ട് റഷ്യൻ മണ്ണിൽ വന്നിട്ട് അവർ ഞങ്ങൾക്കെതിരെ സ്യൂ ചെയ്യാൻ പോവുകയാണ്, അവർ വിജയിക്കാൻ പോകുന്നില്ല എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് ആൽക്കോപോപ്സിന്റെ ഇന്റൻഷൻ? അവരുടെ എന്ത് ഇന്റൻഷനിലാണ് അവർ വന്നിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി പറയുന്നതാണ് ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പം ഷഹാന പറയണ ത്രൂ ദ ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഈ ഫോർമൽ അല്ലാത്ത റൂട്ടുകളിലൂടെ മാനേജേഴ്സിന് അറിയാനുള്ള മാർഗങ്ങൾ ഉണ്ടാവും. അതായത് ഞങ്ങൾ വേറെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള വഴിയിലൂടെ അറിഞ്ഞത്, ഈ സേതുവിന്റെ കമ്പനി റഷ്യയിൽ വ്ളാഡിവോഡ് എന്ന് പറഞ്ഞ ഒരു ഇവരുടെ ഷാലുവിന്റെ കമ്പനിയുടെ കോമ്പറ്റീറ്ററാണ് വ്ളാഡിവോഡ്. ഈ വ്ളാഡിവോഡ് ആയിട്ട് സേതുവിന്റെ കമ്പനി ഒരു ഡീല് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് കാരണം അവരുടെ കിക്ക് ഒക്ടൈൻ റഷ്യയിൽ വിൽക്കാൻ വേണ്ടിയിട്ടേ. അപ്പൊ ഞാൻ പറയാം, ആ വ്ളാഡിവോഡ് എനിക്കറിയാം, അതൊരു പഴയ റഷ്യൻ ഡിസ്റ്റിലറി ആണ്. ഓക്കെ, അപ്പം ഇത് ഷഹാന പറയാണ്, ഞങ്ങളിങ്ങനെ അറിഞ്ഞു ഇവർ വ്ളാഡിവോഡ് ആയിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഈ കിക്ക് ഒക്ടൈൻ വിൽക്കാനാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം ഷഹാന പറയാണ്, അങ്ങനെ അവർ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളുടെ വി വിൽ ബി പുഷ്ഡ് ഔട്ട് ഫ്രം ദ മാർക്കറ്റ്. ഞങ്ങളെ ഈ ഷാലുവിന്റെ കമ്പനി കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് പുഷ് ഔട്ട് ചെയ്യപ്പെടും ഈ കിക്ക് ഒക്ടൈൻ കാരണം. മാത്രമല്ല അവരത് ഒരു ഹയർ പ്രൈസിലാണ് അവരത് വിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഷാലു പേടിച്ചിട്ട് പറയാണ്, അങ്ങനെ അവർ ചെയ്തിട്ട് ഈ വ്ളാഡിവോഡ് ആയിട്ട് ഡീൽ ഉണ്ടാക്കി അവരുടെ കിക്ക് ഒക്ടൈൻ റഷ്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ കിക്ക് ഒക്ടൈൻ എന്ന് പറയുന്ന സാധനം ഇവിടെ റഷ്യൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വി തിങ്ക് നമ്മളുടെ മാർക്കറ്റ്, അതായത് ഷാലുവിന്റെ മാർക്കറ്റ് അവിടെ ഇടിഞ്ഞു പോകുന്ന ഒരു പേടിയുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിക്കാൻ, യു ആർ അഫ്രൈഡ് ദാറ്റ് കിക്ക്, അപ്പൊ നിങ്ങളുടെ പേടി, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, ഇവിടെയാണ് ആ കീ പോയിന്റ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഷാലുവിനോട്, നിങ്ങളുടെ പേടി ഈ കിക്ക് പ്രീമിയം സൂപ്പർ പ്രീമിയം മാർക്കറ്റിലേക്ക് വരുമെന്നാണോ നിങ്ങൾ പേടിക്കുന്നത്? അപ്പൊ ഷാലു പറയാണ്, ഞാനൊരു കാര്യം പറയാം, ദിസ് ഇസ് കോൺഫിഡൻഷ്യൽ. കിക്ക് ഒക്ടൈൻ എന്ന് പറയുന്ന സാധനം is threatening the lower segment of the premium margin. However, അവർക്ക് ഹൈ ഒക്ടൈൻ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അവരത് റഷ്യൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ് തകർന്നു പോകും. അവിടെ നിങ്ങൾ ആ പോയിന്റ് മനസ്സിലാക്കണം. അതായത് ഈ കിക്ക് ഒക്ടൈൻ, ഇപ്പൊ സേതുവിന്റെ കമ്പനിക്ക് കിക്ക് ഒക്ടൈൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, കിക്ക് ഹൈ ഒക്ടൈൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, കിക്ക് ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് 3 സാധനമുണ്ട്. ഓക്കെ, അപ്പൊ ഈ കിക്ക് ഒക്ടൈൻ എന്ന് പറയുന്നത് പ്രീമിയം മാർജിന്റെ ലോവർ സെഗ്മെന്റിൽ വരുന്നതാണ്. അപ്പൊ ആക്ച്വലി ഷാലുവിന്റെ കമ്പനി റഷ്യൻ മാർക്കറ്റാണ്. റഷ്യയിലെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു 3 ലീഡിങ് ബ്രാൻഡ്സ് പറഞ്ഞില്ലേ, സെനിറ്റ്സ്കായ അങ്ങനെ പറഞ്ഞില്ല, അതൊക്കെ ആക്ച്വലി പ്രീമിയം സൂപ്പർ പ്രീമിയം മാർക്കറ്റിലാണ് ഷാലുവിന്റെ കമ്പനി അവിടെ മെയിൻ ആയിട്ട് വോഡ്ക വിൽക്കുന്നത്. അപ്പൊ അവരുടെ ആക്ച്വലി ഉള്ള പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്ടൈൻ അല്ല, ഇവർ ആദ്യം ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്
പിന്നെ ഹൈ ഒക്ടൈൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഷാലുവിന്റെ കമ്പനിയുടെ മാർക്കറ്റ് ഇടിയും. അതാണ് അവരുടെ ശരിക്കുള്ള പേടി. അത് നിങ്ങൾ മനസ്സിലാക്കണേ. അതായത് കിക്ക് ഒക്ടൈൻ ഇസ് threatening, അത് ഷാലു തന്നെ പറയണം, കിക്ക് ഒക്ടൈൻ ഇസ് threatening ലോവർ സെഗ്മെന്റ്, ഹൗവർ ദേ ഹാവ് സംതിങ് എൽസ്. അവർക്ക് ഹൈ ഒക്ടൈൻ, ഇത് കോൺഫിഡൻഷ്യൽ ആയിട്ട് അയാൾ മീഡിയേറ്ററോട് പറയണം. നിങ്ങൾ ഇതിൻ്റെ അകത്ത് മീഡിയേഷൻ പ്രോസസ്സ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം. അതായത് ഷാലു എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് പറയാം, ആക്ച്വലി ഞങ്ങളുടെ പേടി എന്ന് പറയുന്നത് കിക്ക് ഒക്ടൈൻ അല്ല, അവരെങ്ങനെ കിക്ക് ഹൈ ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിസാസ്റ്റർ ആയി മാറും. എന്നിട്ട് പറയണത് നിങ്ങൾ ആരോടും പറയരുത്. ഇത് മീഡിയേഷൻ ആക്ടിൽ പറയുന്നുണ്ട്, മീഡിയേറ്റർ എപ്പോഴും കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പം ഷാലു എൻ്റെ അടുത്ത് ഉള്ളിലുള്ളത് തുറന്ന് പറഞ്ഞു അവരുടെ റിയൽ പേടി എന്താന്ന്. അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കിക്ക് ഒക്ടൈൻ അല്ല, പിൽക്കാലത്ത് അവർ കിക്ക് ഹൈ ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കിക്ക് ഹൈ ഒക്ടൈൻ എന്ന് പറയുന്നത് പ്രീമിയം സൂപ്പർ പ്രീമിയം മാർക്കറ്റിൽ വരുന്ന, ഈ ഷാലുവിന്റെ കമ്പനി അവിടെ മെയിൻ ആയിട്ട് വിൽക്കുന്നത് പിക്കോ ബെല്ലോ എന്ന് പറയുന്നത് ലോവർ ബ്രാൻഡിലാണ് കിടക്കുന്നത്. പക്ഷെ അവർ ഹയർ പ്രീമിയം സൂപ്പർ പ്രീമിയം മാർക്കറ്റ് ആയിട്ട് ഇത് സേതുവിന്റെ കമ്പനി കോൺഫ്ലിക്ട് വരും. അപ്പൊ അവർക്ക് ഡിസാസ്റ്റർ വരും. അതാണ് അവർ റിയലി പേടിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാനത് നോട്ട് ചെയ്യാം. അപ്പൊ ഷാലു പറയാണ്, ദാറ്റ് ഈസ് മൈ മെയിൻ കൺസേൺ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഡേഞ്ചറസ്, വി ഡോണ്ട് വാണ്ട് ഹൈ ഒക്ടൈൻ എവർ എൻ്റർ റഷ്യൻ മാർക്കറ്റ്. അതാണ് അവരുടെ ശരിക്കുള്ള പേടി. ഇത് കീ പോയിന്റ് ആണ്. നിങ്ങൾ വേറെ എന്ത് പറയാൻ വിട്ടാലും ഇത് പറയാൻ വിടരുത്. ഷാലു ഇത് പറയാൻ വിടരുത്. കാരണം നിങ്ങളുടെ പേടി എന്താ, ഒക്ടൈൻ അല്ല, ഹൈ ഒക്ടൈൻ എങ്ങാൻ റഷ്യൻ മാർക്കറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ, സേതുവിന്റെ കമ്പനി ആദ്യം കൊണ്ട് ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ ഹൈ ഒക്ടൈൻ എങ്ങാൻ റഷ്യൻ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷാലുവിന്റെ കമ്പനിയുടെ മാർക്കറ്റ് അതൊരു ഡിസാസ്റ്റർ ആവും എന്നുള്ളതാണ് അവർ പേടിക്കുന്നത്. അപ്പൊ അത് ഒരു പോയിന്റ് അവിടെ നിന്നു. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആക്ച്വലി ഷാലുവിന്റെ ഉള്ളിലുള്ള ഫിയർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ ഫിയർ എന്ന് പറഞ്ഞാൽ ഹൈ ഒക്ടൈൻ വരുമോ എന്നുള്ളതാണ് പേടി. ഇനി ഞാൻ അവരോട് ചോദിക്കുക, ഷാലുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏതായാലും ഇതുവരെ മുഴുവൻ നിങ്ങൾ റഷ്യയിലാണ്, നിങ്ങൾ ഇതുവരെ റഷ്യക്ക് പുറത്ത് ബിസിനസ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് റഷ്യക്ക് പുറത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ഷാലുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ ഷാലു പറയാണ്, അതെ ഞങ്ങൾക്ക് ഈ വോഡ്ക മാത്രമല്ല, കോഫി ഫ്ലേവേർഡ്, റെഡ് ഹോട്ട് ചില്ലി പെപ്പർ വോഡ്ക, ഇങ്ങനെ പല തരത്തിലുള്ള ഫ്ലേവേർഡ് വോഡ്കയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും റഷ്യക്ക് പുറത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ഷാലു പറഞ്ഞു. അപ്പൊ ഞാൻ അത് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് റഷ്യക്ക് പുറത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന്. ഇതുവരെ നിങ്ങൾ റഷ്യക്ക് പുറത്ത് പോയിട്ടില്ല ഷാലുവിന്റെ കമ്പനി, അവർ റഷ്യക്കകത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഈ സ്പെഷ്യൽ ഫ്ലേവേർഡ് സംഭവങ്ങളുണ്ട്. പക്ഷെ അത് അവർക്ക് റഷ്യക്ക് പുറത്ത് മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് ആസ് എ മീഡിയേറ്റർ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഷാലുവിന്റെ കമ്പനിയുടെ ഷാലുവിന്റെ അഡ്വക്കേറ്റിന്റെ അടുത്തും സംസാരിച്ചപ്പം എനിക്ക് പ്രൈവറ്റ് ആയിട്ട് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാലുവിന്റെ ഭയം എന്താണെന്ന് മനസ്സിലായി. ഹൈ ഒക്ടൈൻ എങ്ങാൻ സേതുവിന്റെ കമ്പനി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യോ റഷ്യൻ മാർക്കറ്റിൽ, ഒന്ന്. രണ്ടാമത് എനിക്ക് അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലായി. അവർക്ക് ഇങ്ങനെ വേറെ ചില ഫ്ലേവേർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് റഷ്യക്ക് പുറത്ത് വിൽക്കാൻ നിങ്ങൾക്ക് ഷാലുവിന്റെ കമ്പനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, താല്പര്യം ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയും ഞാൻ മനസ്സിലാക്കി. ഇനി ഞാൻ സേതുവിനെ വിളിക്കും. ഓക്കെ, ഇനി ഞാൻ സേതുവിനോട് ചോദിക്കും, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് റഷ്യൻ മാർക്കറ്റിലുള്ള താല്പര്യം? നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എല്ലാവരും നിങ്ങൾ വോഡ്ക വിൽക്കുന്നുണ്ട്, നിങ്ങളുടെ കിക്ക് ഒക്ടൈൻ വിൽക്കുന്നുണ്ട്, നിങ്ങൾ 4th ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ റഷ്യൻ മാർക്കറ്റിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ സേതു പറഞ്ഞു, സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലായിടത്തും ഉണ്ട്, വി ആർ എവ്രിവെയർ എൽസ് ഇൻ ദ വേൾഡ്. അത് നമ്മുടെ ബിസിനസ് താല്പര്യമാണ്. ഞാൻ ആൽക്കോ പോപ്സ്, കിക്ക് ഒക്ടൈൻ വോഡ്ക റഷ്യയിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നു, ബാക്കി എല്ലായിടത്തും ഞങ്ങളുണ്ട്, അത് ഞങ്ങളുടെ ബിസിനസ് ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പം ശരത്ത് പറയാണ്, ഞങ്ങളുടെ ഈച്ച് സൈഡഡ് ബോട്ടിൽ എടുത്തു വെച്ച് അതിന്റെ മുകളിൽ അവരൊരു ചെറിയൊരു വേറെ പേപ്പറൊക്കെ വെച്ച് ഞങ്ങളുടെ വേൾഡ് വൈഡ് ഫേമസ് ബ്രാൻഡിനെ ഇതിന്റെ മുകളിൽ ലിവറേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചതെന്ന് ശരത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം ഒരു റഷ്യയിൽ, എന്താണ് നിങ്ങളുടെ റിയൽ ഇന്റൻഷൻസ് ഇൻ റഷ്യ? അപ്പൊ സേതു പറയാം, അതിന് കാരണം വളരെ സിമ്പിൾ ആണ്. കാരണം ഇത് വോഡ്കയാണ്. വോഡ്ക എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് റഷ്യയിലാണ്. ഞങ്ങളാണെങ്കിൽ റഷ്യയിൽ മാത്രമില്ല, ഞങ്ങൾ ലോകത്തെ 4ാമത്തെ ലാർജസ്റ്റ് സെല്ലിംഗ് വോഡ്കയാണ്. റഷ്യ ആണെങ്കിൽ വോഡ്കയ്ക്ക് നല്ല മാർക്കറ്റുമാണ്. റഷ്യ അല്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ കിക്ക് ഒക്ടൈൻ്റെ മാർക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് നാച്ചുറലി ഞങ്ങൾ ഇത് ഇവിടെ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, വി ആർ ഗോയിങ് ടു സെൽ ഇറ്റ് അറ്റ് എ ഹയർ പ്രൈസ്. സേതു പറയണ ബാക്കി എല്ലായിടത്തും വിൽക്കുന്നതിനേക്കാൾ സ്ലൈറ്റ്ലി ഹയർ പ്രൈസിൽ തന്നെയാണ് ഞങ്ങൾ വിൽക്കാൻ പോകുന്നത്. ഇത് കോൺഫിഡൻഷ്യലാണ്, വേറെ ആരോടും പറയരുതെന്ന് സേതു എന്നോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയണം, ഐ അണ്ടർസ്റ്റുഡ്, നിങ്ങളുടെ കിക്ക് ഒക്ടൈൻ എന്ന് പറയുന്ന ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഞാൻ സേതുവിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്.
ഇപ്പൊ സപ്പോസ് ഷാലുവിന്റെ കമ്പനി ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റിന് സക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ഞാൻ സേതുവിനോട് ചോദിക്കുക. അതായത് അവർക്ക് ഓൾറെഡി ഒക്ടേവ് എന്നുള്ള ട്രേഡ് മാർക്ക് ഉണ്ട്, നിങ്ങൾ അവർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ റഷ്യന്റെ ഉള്ളിലോട്ട് കയറി വരുന്നത് ഒക്ടെയിൻ എന്നും പറഞ്ഞിട്ട്. ഇപ്പൊ സപ്പോസ് ഷാലുവിന്റെ കമ്പനി കോർട്ട് പോവാണ്, ഞങ്ങളുടെ ഒക്ടേവിനെ നിങ്ങൾ ഇൻഫ്രിഞ്ച് ചെയ്തുകൊണ്ട് ഒക്ടെയിൻ ആയിട്ട് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ സേതുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ പറയാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്, അപ്പൊ സേതു പറയണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു ഡെവസ്റ്റേറ്റിംഗ് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എങ്ങാനും കൊണ്ട് കേസ് കൊടുത്ത് ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഒക്ടെയിൻ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെവസ്റ്റേറ്റിംഗ് ആയിരിക്കും. കാരണം ബാക്കി എല്ലായിടത്തും ഞങ്ങൾ ഒക്ടെയിൻ വെച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് റഷ്യയിൽ മാത്രം ഒക്ടെയിൻ കൊടുക്കരുതെന്ന് അങ്ങനെ ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് സേതു പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു, ഷുവർ, വാട്ട് അബൌട്ട് ഹൈ ഒക്ടെയിൻ ആൻഡ് ക്ലാസിക് ഒക്ടെയിൻ? ഓക്കെ, ഡു യു ഇന്റൻഡ് ടു ടേക്ക് ദോസ് ആസ് വെൽ ആസ് ഇൻ ടു ദ റഷ്യൻ മാർക്കറ്റ്? അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, മീഡിയേറ്ററിന്റെ കണ്ണിങ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഷാലുവിനോട് ചോദിച്ച് മനസ്സിലാക്കി രഹസ്യമായിട്ട് നിങ്ങളുടെ പേടി എന്താണ്. അപ്പൊ ഷാലു പറഞ്ഞു ഞങ്ങളുടെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഒക്ടെയിനും കൊണ്ടെങ്ങാൻ സേതു ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് നഷ്ടപ്പെടും. പക്ഷെ ഞാനത് ഡയറക്റ്റ് ആയിട്ട് സേതുവിന്റെ അടുത്ത് പറയുന്നില്ല. പക്ഷെ ഞാൻ സേതുവിന്റെ അടുത്ത് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഡു യു ഇന്റൻഡ് ടു ടേക്ക് ദോസ് ആസ് വെൽ ആസ് ഇൻ ദ റഷ്യൻ മാർക്കറ്റ്? അതായത് സേതുവിന്റെ കമ്പനിക്ക് ഹൈ ഒക്ടെയിനും ഉണ്ട്, ക്ലാസിക് ഒക്ടെയിനും ഉണ്ട്, കിക്ക് ഒക്ടെയിനും ഉണ്ട്. അപ്പം നിങ്ങൾ ഈ റഷ്യൻ മാർക്കറ്റിലേക്ക് ഈ ഹൈ ഒക്ടെയിനും ക്ലാസിക് ഒക്ടെയിനും കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ സേതുവിനോട് ചോദിച്ചു. അപ്പൊ സേതു പറഞ്ഞു ഹൈ ഒക്ടെയിൻ ഇസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് എസ് എ ബിഗ് ബാങ്. അപ്പൊ അത് ശരിക്കും കണ്ടോ, ആ മീഡിയേഷന്റെ ഇമ്പോർട്ടൻസ് കണ്ടോ? ആക്ച്വലി നിങ്ങൾക്ക് താല്പര്യമില്ല. ശരിക്കും സേതുവിന് ഹൈ ഒക്ടെയിൻ കാരണം ഞങ്ങൾക്ക് അത്ര മാർക്കറ്റ് കിട്ടുന്നില്ല. അതായത് മറ്റേത് എന്താ പറയാ, ലോവർ പ്രീമിയം ആയതുകൊണ്ട് അതിന് കൂടുതൽ ആൾക്കാർ മേടിക്കുന്നുണ്ടാവുകയെ. അപ്പം സേതു പറയണം ഹൈ ഒക്ടെയിൻ ഞങ്ങൾക്ക് അത്ര ലാഭം തരുന്നില്ല, അതുകൊണ്ട് ഹൈ ഒക്ടെയിനോ ലോവർ ലെവൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ക്ലാസിക് ഏറ്റവും ലോവർ, അതിന്റെ മുകളിൽ ഒക്ടെയിൻ, അതിന്റെ മുകളിൽ ഹൈ ഒക്ടെയിൻ. അപ്പൊ സേതു പറയണ ഹൈ ഒക്ടെയിൻ എന്തായാലും ഞങ്ങൾക്ക് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, ക്ലാസിക് ഇതും ഞങ്ങൾക്കിപ്പം തൽക്കാലം റഷ്യൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന് സേതു പറഞ്ഞത് മീഡിയേറ്റർ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ ഇതൊന്നും തുറന്നു പറയില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അതിങ്ങനെ ചെകഞ്ഞെടുക്കുന്നതാണ്. പക്ഷെ ഒരാൾക്ക് അപ്പൊ ഷാരുവിന്റെ പേടി എന്താ വെച്ചാൽ ഹൈ ഒക്ടെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ കള്ളത്തരം മുഴുവൻ കാണിച്ചത്. സേതു പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഒരിക്കലും ഹൈ ഒക്ടെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇത് അവർ തമ്മിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാകുമ്പോണ്ടല്ലോ അവർ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറയില്ല. ഒരു മീഡിയേറ്ററിന്റെ അടുത്താകുമ്പോൾ അവർ ഓരോരുത്തർ അവരവർക്ക് പറയാനുള്ളത് അവർ പറയും. ഓക്കെ, അപ്പൊ സേതു പറഞ്ഞു ഹൈ ഒക്ടെയിൻ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശമില്ല. അപ്പൊ ഞാൻ മീഡിയേറ്റർ നോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, സോ യു ഹാവ് ഇൻ റഷ്യ ആൻ എക്സ്ക്ലൂസീവ് മാർക്കറ്റ് ഫോർ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ ഒരു എക്സ്ക്ലൂസീവ് മാർക്കറ്റ് ഫോർ ഒക്ടെയിൻ, ആ 8 സൈഡഡ് ബോട്ടിലില് ആ ഒരു സ്ട്രൈപ്പും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹൈ ഒക്ടെയിന് ഒരു എക്സ്ക്ലൂസീവ് മാർക്കറ്റ് സേതുവിന്റെ കമ്പനിക്ക് വേണം. ഇതാണ് നിങ്ങൾക്ക് ആവശ്യം അല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ സേതു പറയും യെസ്, കറക്റ്റ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഐ മീൻ ഓഫ് കോഴ്സ് വി സ്റ്റിൽ, പക്ഷെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾ എൻ്റെ അടുത്ത് തുറന്നു പറയാം. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ അറേഞ്ച്മെന്റ്സ് നമുക്ക് ചെയ്യണം. നിങ്ങൾക്കിപ്പം ഈ ഒരു 8 സൈഡഡ് ബോട്ടിലിൽ ഇതേമാതിരത്തെ സ്ട്രൈപ്പ് ഒക്കെ വെച്ച് നിങ്ങൾ കിക്ക് ഒക്ടെയിന് റഷ്യയിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾക്ക് റഷ്യ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. റഷ്യയിലെ എക്സ്ക്ലൂസീവ് മാർക്കറ്റ് നിങ്ങൾക്ക് കിട്ടണം. ഏതിന്? കിക്ക് ഒക്ടെയിന്. അത്രേ സേതുവിന് താല്പര്യമുള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട റഷ്യ മുഴുവൻ, അതിനൊരു ഡിസ്ട്രിബ്യൂട്ടർ അറേഞ്ച്മെന്റ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇനി ചോദിക്കുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഷാലുവിന്റെ കമ്പനിയുടെ 33% റഷ്യൻ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, സേതുവിനോട് ചോദിക്കുക, നിങ്ങൾ ഈ സാധനമൊക്കെ ആയിട്ട് ഇവിടെ വന്നു, ഈ ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ഒരു സ്പെഷ്യൽ മാർക്കറ്റാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റഷ്യൻ ഗവൺമെന്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യും? കാരണം ഈ റഷ്യൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഷാലുവിന്റെ വണ്ടർ ബ്രോൺസ്കിയുടെ കോ ഓണറാണ്. അത് ആ പോയിന്റ് മനസ്സിലായോ? ഷാലുവിന്റെ കമ്പനി വണ്ടർ ബ്രോൺസ്കിയുടെ കോ ഓണർ, അതിൻ്റെ അകത്ത് റഷ്യൻ ഗവൺമെന്റിനും ഷെയർ ഉള്ളതാണ്. അപ്പൊ റഷ്യൻ ഗവൺമെന്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ, നിങ്ങളുടെ ഈ കിക്ക് ഒക്ടെയിൻ നിങ്ങൾ മാർക്കറ്റ് കയറി വന്ന് ഇത് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഒരു ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു വോഡ്ക റഷ്യ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഗവൺമെന്റിലാണെങ്കിൽ ഷാലുവിന്റെ കമ്പനി വണ്ടർ ബ്രാൻസ്കിയുടെ ഓണറുമാണ്. അപ്പൊ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ സേതുവിനോട് ചോദിക്കാം.
അപ്പൊ ശരത്ത് പറയാണ്, പറഞ്ഞത് ശരിയാണ്, റഷ്യൻ ഗവൺമെന്റ് ഇസ് നോ പുഷ് ഓവർ. അതായത് റഷ്യൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് സ്വാധീനിക്കാനും സന്തോഷിപ്പിക്കാനും പറ്റുന്ന ഒരു സംഭവമല്ല, അതൊരു ഇഷ്യൂ തന്നെയാണെന്ന് ശരത്ത് പറയാണ്. എന്നിട്ട് ശരത്ത് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അവരായിട്ട് ബിസിനസ് ചെയ്യണമെന്നാണോ? അപ്പൊ സേതു പറയാണ്, ഇവർ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നമുക്കിപ്പോ അവരെ ട്രസ്റ്റ് ചെയ്ത് ഷാലുവിന്റെ കമ്പനിയുടെ കൂടെ ബിസിനസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത്, അത് നിങ്ങളുടെ ഡിസിഷൻ ആണ്, ഞാൻ ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് പേടിച്ചതാണ്. നിങ്ങൾ വണ്ടർ ബ്രാൻസ്കി എന്ന് പറഞ്ഞ ഷാലുവിന്റെ കമ്പനി റഷ്യൻ കമ്പനിയാണ്, അത് റഷ്യൻ ഗവൺമെന്റ് ആയിട്ട് ഓണർഷിപ്പ് ഉണ്ട്, റഷ്യയിൽ മാത്രം ഈ വോഡ്ക വിറ്റിരുന്ന. അപ്പൊ അവർക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ റഷ്യയിലുണ്ട്. ആ സംഭവം മനസ്സിലായോ? ഈ ഷാലുവിന്റെ കമ്പനിക്ക് ദേ ഹാവ് വെരി ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. അതാണ് നിങ്ങൾക്കില്ലാത്തത്. സേതുവിന്റെ കമ്പനിക്ക് ഇല്ലാത്തത് അതാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. പക്ഷെ അത് ഷാലുവിന്റെ കമ്പനിക്ക് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ട്. അപ്പൊ ആ മീഡിയേറ്റർ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പം അവർക്ക് ആ ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ സേതുവിനോട് ചോദിക്കുക, അവർക്ക് നല്ല ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്, അവർ ഇൻസൾട്ടഡ് ആവില്ലേ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കൂടെ കയറി നിങ്ങളുടെ കിക്ക് ഒക്ടൈന് വിൽക്കുന്ന സമയത്ത് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിന് പാരലൽ ആയിട്ട് നിങ്ങൾ വിൽക്കുകയാണ്. അപ്പൊ ഒരു സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടർ വരുന്ന സമയത്ത് അതേ പ്രോഡക്റ്റിന് വോഡ്കയ്ക്ക് തന്നെ ഒരു സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടർ വരുന്ന സമയത്ത് ഇത് പ്രശ്നമാവില്ലേ? വാട്ട് ഡു യു തിങ്ക് ഇഫ് വണ്ടർ ബ്രാൻഡ്സ്? അതാണ് അവിടെ വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ സേതു പറയണ, ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പൊ ഞങ്ങൾ ഈ സാധനം വിൽക്കുന്ന സമയത്ത് റഷ്യൻ ഗവൺമെന്റ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് അവരായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് സേതു പറയാം. അപ്പൊ ആ മീറ്റിംഗ് എൻഡ് ചെയ്യാൻ പോകും. അപ്പൊ ഞാൻ സമ്മറൈസ് ചെയ്യാണ്. ഞാൻ സമ്മറൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സേതുവിന്റെ അടുത്ത് പറയാം, അപ്പൊ നിങ്ങൾക്ക് മെയിൻ ഇൻട്രസ്റ്റ് എന്താ? കിക്ക് ഒക്ടൈൻ ആണ്. അപ്പൊ ഞാൻ അവിടെ ഇൻഡയറക്ട്ലി മനസ്സിലാക്കി സേതുവിന് കിക്ക് ഹൈ ഒക്ടൈനിൽ താല്പര്യം ഇല്ല എന്നുള്ളത്. അപ്പൊ സേതുവിന്റെ ഇൻട്രസ്റ്റ് കിക്ക് ഒക്ടൈനിലാണ് റൈറ്റ് നൗ ടു ഡിസ്ട്രിബ്യൂട്ട്. സോ സേതുവിന്റെ താല്പര്യം എന്താ വെച്ചാൽ കിക്ക് ഒക്ടൈൻ റഷ്യൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക റഷ്യൻ മാർക്കറ്റിൽ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് 2-tone stripe and get up with 8-sided bottle. അപ്പൊ സേതുവിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8-sided ബോട്ടിൽ ആ 2-tone സ്ട്രൈപ്പിൽ ആ വെർട്ടിക്കൽ ആയിട്ടുള്ള ആ റെഡ് ബ്ലാക്ക് ആ ലേബൽ ഒട്ടിച്ചിട്ട് കിക്ക് ഒക്ടൈൻ എന്ന് എഴുതിയ ആ സാധനം റഷ്യൻ മാർക്കറ്റിൽ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് സേതുവിന്റെ ആഗ്രഹം. അത് ഞാൻ മനസ്സിലാക്കി. അതിന്റെ അകത്ത് ഞാൻ എന്താ മനസ്സിലാക്കിയത്? സേതു ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കിട്ടാതെ കഷ്ടപ്പെട്ട് നടക്കുകയാണ്. അവരാണെങ്കിൽ കിക്ക് ഒക്ടൈൻ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. കിക്ക് ഐ ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സേതുവിന് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ സേതുവിന്റെ അടുത്ത് ചെകഞ്ഞെടുത്തു. മറ്റേയാളെടുത്ത് ഞാൻ ചെകഞ്ഞെടുത്തു. അവർ പേടിക്കുന്നത് ഹൈ ഒക്ടൈൻ എങ്ങാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യോ എന്നുള്ളതായിരുന്നു ഷാലുവിന്റെ പേടി. കാരണം ഹൈ ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രീമിയം മാർക്കറ്റിനെ അത് ബാധിക്കും. അതേസമയം ഷാലുവിന്റെ കമ്പനി റഷ്യൻ കമ്പനി ആയതുകൊണ്ടും അവർക്ക് ഗവൺമെന്റായിട്ട് ഷെയർ ഉള്ളതുകൊണ്ടും അവർക്ക് നല്ല ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഉണ്ട്. അതാണ് സേതുവിന്റെ കമ്പനിക്ക് ഇല്ലാത്തത്. അപ്പോൾ ഇവിടെ ഒരു മീഡിയേഷൻ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ആ മീറ്റിംഗ് കഴിഞ്ഞു. ക്ലിയർ ആയോ? ഇത്രയും നിങ്ങൾക്ക് രണ്ട് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഷാലുവിനെ വിളിക്കുക. കാരണം ഞാൻ ഓരോ പ്രൈവറ്റ് മീറ്റിംഗിലും ഞാൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുക. ഞാൻ വീണ്ടും ഷാലുവിനെയും ഷഹാനെയും വിളിക്കും. എന്നിട്ട് ഞാൻ നിങ്ങൾ റഷ്യക്കാരാണല്ലോ, നിങ്ങളുടെ അടുത്ത് 3-dimensional ബോട്ടിലുണ്ട്, നിങ്ങൾ ആക്ച്വലി പേടിച്ചിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാനിപ്പോ ഷാലുവിനോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരികയാണ്. 3-dimensional ട്രേഡ് മാർക്ക് ആ ബോട്ടിൽ ഉണ്ടല്ലോ, ആ ബോട്ടില് പിന്നെ ആ 2-tone സ്ട്രൈപ്പ് നിങ്ങളിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ച സാധനം ഉണ്ടല്ലോ, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്? ഞാൻ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതാ ഡ്രോപ്പ് ചെയ്യാന്ന് ചോദിച്ചു ഞാൻ ഷാലുവിനോട്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ സ്ട്രൈപ്സ് ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് ആ 8-sided ബോട്ടിൽ എന്തായാലും വേണമല്ലേ? അപ്പൊ ഷാലു പറഞ്ഞു, 8-sided ബോട്ടിൽ വേണമെങ്കിൽ ഞാൻ വേണ്ടാക്കാം, പക്ഷെ എനിക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടണം. എന്തുകൊണ്ടാണ് ഷാലു ആ 8-sided ബോട്ടിൽ യൂസ് ചെയ്യുന്നത്? കാരണം ലൈസൻസ് ഉണ്ട്. സേതുവിന്റെ കമ്പനി 1992 കൊടുത്ത ലൈസൻസ് വെച്ചിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഈ ലൈസൻസ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് ആക്ച്വലി സേതുവിന് ഇഷ്ടമല്ല. കാരണം അത് അവരുടെ വേൾഡ് വൈഡ് ഓടുന്ന ആ 8-sided ബോട്ടിൽ അത് ഇവര് ഡ്രോപ്പ് ചെയ്യണമെന്നാണ് സേതുവിന്റെ ആഗ്രഹം. അപ്പൊ ഞാനിത് എങ്ങനെയെങ്കിലും ഷാലുവിനെ കൊണ്ട് ഇത് ഡ്രോപ്പ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്, എന്നാലേ ഇത് മീഡിയേഷനിലേക്ക് ഇത് പോവുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ 8-sided ബോട്ടിൽ കൂടിയേ തീരുമെന്നുണ്ടോ? അപ്പൊ ഷാലു പറഞ്ഞു, വേണമെങ്കിൽ ഞാനത് വേണ്ടാക്കാം, പക്ഷെ എനിക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടണം, എനിക്ക് പൈസ കിട്ടണം. ഞാൻ വേണമെങ്കിൽ ആ ലൈസൻസ് ഞാൻ റിട്ടേൺ ചെയ്യാം, ഞാൻ വേണ്ടാക്കാം. ആദ്യമേ സ്ട്രൈപ്സ് ഡ്രോപ്പ് ചെയ്യിപ്പിച്ചു ഞാൻ അവരെ കൊണ്ട്. പതുക്കെ ഞാൻ അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി ചെയ്യാം. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, അപ്പൊ നിങ്ങൾ ലൈസൻസ് ടെർമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്തെങ്കിലും പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ?
അപ്പം ഷാലുവിന്റെ വക്കീല് പറയാണ് പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും ടാഞ്ചിബിൾ ഇക്വലന്റ്, ഒന്നുകിൽ പൈസ അല്ലെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും, പൈസയായിട്ട് വേണമെന്നില്ല, എന്തെങ്കിലും ടാഞ്ചിബിൾ ആയിട്ട് തരണം. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എങ്ങനെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പൊ ഞാൻ ഷാലുവിനോട് ചോദിക്കുകയാണ്, അപ്പൊ എന്തായാലും ഇപ്പൊ അവർ കിക്ക് ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ സപ്പോസ് ചെയ്തു കിക്ക് ഒക്ടൈൻ ഈ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എങ്ങനെങ്കിലും പ്രോഫിറ്റ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്ന് ഞാൻ ഷാലുവിനോട് ചോദിക്കുക. സപ്പോസ് അവർ റഷ്യൻ മാർക്കറ്റിൽ കിക്ക് ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ബിസിനസ്സുകാരല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഒരു വക്കീലിന്റെ ഭാഷയിൽ ഷഹാന പറഞ്ഞു, ഞങ്ങൾ കേസ് കൊടുത്തിട്ട് ഞങ്ങൾ ഡാമേജസ് മേടിക്കും. അത് നോർമലി വക്കീൽമാർ അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ അവർ ഇറോഡ് ചെയ്താൽ ഞങ്ങളുടെ മാർക്കറ്റിനെ ഇറോഡ് ചെയ്തു എന്നും പറഞ്ഞ് ഞാൻ കോടതിയിൽ പോയി കേസ് കൊടുത്ത് സ്യൂ ചെയ്ത് ഡാമേജസ് മേടിക്കും. പക്ഷെ ഒരു വക്കീൽ ചിന്തിക്കുന്ന മാതിരി അല്ല ഒരു കമ്പനിയുടെ പ്രസിഡന്റ് ചിന്തിക്കുക. അവർ ബിസിനസ് പെർസ്പെക്റ്റീവ് നോക്കും. അപ്പം ഷാലു പറഞ്ഞു, ഓക്കെ, ഐ ആം എ ബിസിനസ് പേഴ്സൺ, എനിക്കറിയാം ഒരു ലീഗൽ ബാറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇത് കോടതി പോയി അവിടെ കിടക്കും, കുറെ കാലം 10-12 വർഷം അവിടെ കിടക്കും. അപ്പം ഷാലു പറയാണ്, ഞാൻ ചില കൺസെഷൻസ് ഞാൻ മേക്ക് ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഇൻ റഷ്യയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാലുവിന്റെ കമ്പനിക്ക് നല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ്. ആ റഷ്യയിലെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഹോൾഡ് ചെയ്യുന്നത് ഷാലുവിന്റെ കമ്പനിയാണ്. അപ്പൊ ഞാൻ പതുക്കെ അതിൻ്റെ അകത്തോട്ട് ഞാൻ കയറാൻ പോവാണ്. സോ യു ആർ ദ ലീഡർ ഇൻ ദ റഷ്യൻ മാർക്കറ്റ്. അപ്പൊ ഷാലുവിന്റെ കമ്പനി വണ്ടർ ബ്രാൻസ്കി എന്ന് പറയുന്ന റഷ്യൻ മാർക്കറ്റിലെ ലീഡറാണ്. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ആൽക്കോപോപ്സിന് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പതുക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ റഷ്യയിലെ ലീഡേഴ്സ് ആണ്, നിങ്ങൾക്ക് ഇവിടെ നല്ല ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്. എനിക്കറിയാം സേതുവിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഇതുവരെ സെറ്റ് ആയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സേതുവിന്റെ ആൽക്കോപോപ്സിന് കൊടുക്കാൻ പറ്റുമോ? അപ്പം ഷാലു പറയാണ്, അവരിപ്പോ കിക്ക് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റുമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് തരണം എന്ന് പറയും. അതാണ് ഷാലു പറയുന്നത്. അവർക്ക് കിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, കാരണം അവരുടെ ഒക്ടൈൻ വരുമ്പോൾ ഞങ്ങളുടെ ഒക്ടൈവായിട്ട് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ് വരും. ഇനി അവർക്ക് അത്രയും വാശിയാണ് കിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ എന്ന് വാശി ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് നമുക്ക് തരണം. കാരണം ഒരു കമ്പനിയുടെ വോഡ്ക മുഴുവൻ റഷ്യ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ഷാലു പറഞ്ഞു, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേ അവർക്ക് പറ്റൂ എന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷന്റെ റൈറ്റ്സ് നമുക്ക് തരണം. അപ്പം ഞാൻ പറയാണ്, അത് മാത്രമല്ല നിങ്ങൾ പറയും എനിക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ്, അതായത് ഞാൻ മാത്രമേ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാൻ പാടുള്ളൂ. കാരണം അവർ ഈ വ്ളാഡിവോഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് അവരിങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. കാരണം വ്ളാഡിവോഡ് ഷാലുവിന്റെ കമ്പനിയുടെ കോമ്പറ്റീറ്ററാണ്. അപ്പൊ അവരായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിക്കാൻ വേണ്ടി സേതു ഓൾറെഡി നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഷാലു പറഞ്ഞത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് നമുക്ക് തരണം. അപ്പൊ എക്സ്ക്ലൂസിവിറ്റി വാസ് വൺ കീ തിങ്. ആ നോ മിനിമം വോളിയം കട്ട് ചെയ്തേക്ക് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ ഷാലുവിന്റെ അടുത്ത് ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് ബേസിക്കലി എന്താ വേണ്ടേ? ഹൈ ഒക്ടൈൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്, നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് കിട്ടണം, നിങ്ങൾ ഹാപ്പിയാണോ? അതാണ് ഞാൻ ഷാലുവിനോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേതുവിന്റെ കമ്പനി ഒരിക്കലും ഹൈ ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്, ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണോ? അപ്പൊ ഷാലു പതുക്കെ പ്ലേറ്റ് മാറ്റുകയാണ്. അപ്പൊ അവരെ ഹൈ ഒക്ടൈൻ വെച്ച് എൻ്റർ ചെയ്താലും കുഴപ്പമില്ല, അതിന്റെയും കൂടെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് നമുക്ക് തരികയാണെങ്കിൽ, കാരണം ആ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നത് അതിന്റെയും കൂടെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹൈ ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ളത് ഷാലു പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഓക്കെ, സോ യു വുഡ് ബി ഹാപ്പി വിത്ത് ഹൈ ഒക്ടൈൻ ആസ് ലോങ്, അപ്പൊ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്ടൈൻ വന്നാലും കുഴപ്പമില്ല, ഹൈ ഒക്ടൈൻ വന്നാലും കുഴപ്പമില്ല. അപ്പം ഷാലു പറയാ, യെസ്, ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ആൽക്കോപോസ് ആയിട്ട് സംസാരിക്കട്ടെ, ഈ കാര്യം എനിക്ക് അവരായിട്ട് സംസാരിക്കാൻ പറ്റുമോ? കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കോൺഫിഡൻഷ്യാലിറ്റിയെ പറ്റി പറഞ്ഞില്ലേ. ഇപ്പൊ ഷാലു പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പൊ ഇത്രയും സംസാരിച്ചില്ല. അപ്പൊ ഞാൻ ഷാലുവിനോട് പെർമിഷൻ ചോദിക്കാം, ഞാൻ ഇതിനെ പറ്റിയിട്ട് സേതുവിന്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കട്ടെ, ക്യാൻ ഐ ഡിസ്കസ് റിഗാർഡിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ്? അപ്പം ഷഹാന പറഞ്ഞു, അത് ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട, ഇറ്റ് ഈസ് ടു അൺകംഫർട്ടബിൾ. അപ്പൊ ഞാൻ ചോദിക്കാം, അതൊരു ഓഫർ മാതിരി നമുക്ക് പ്ലേസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഷഹാന എൻ്റെ അടുത്ത് ചോദിക്കാൻ, അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതായത് ഈഗോ ഇഷ്യൂ ആണത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഭാഗത്ത് സജസ്റ്റ് ചെയ്യുന്നത് മാതിരി ഞാൻ ചോദിച്ചോളാം എന്ന് പറയാണ്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സേതു മനസ്സിലാവുന്നില്ലേ?
ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നിങ്ങളായിട്ടുള്ള പ്രൈവറ്റ് സെഷനാണ്. നിങ്ങളായിട്ടുള്ള പ്രൈവറ്റ് സെഷനിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഞാൻ സേതുവിനോട് ചോദിക്കുകയാണ്, ആർ യു വില്ലിംഗ് ടു പേ സംതിങ് ഫോർ ദ ഒക്ടേവ് ട്രേഡ് മാർക്ക്? മനസ്സിലായോ? അതായത് ഒക്ടേവ് ട്രേഡ് മാർക്ക് ഷാലുവിന്റെ ട്രേഡ് മാർക്കാണ്, അത് അവരുടെ ട്രേഡ് മാർക്കാണ്. അപ്പോൾ ഞാൻ സേതുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവർ ആ ട്രേഡ് മാർക്കിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ തീരുക? കാരണം നിങ്ങൾ ഒക്ടേവിനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറണം. ഒക്ടേവ് ട്രേഡ് മാർക്ക് ഷാലുവിന്റെ ട്രേഡ് മാർക്കാണ്, അതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ തയ്യാറാണോ? കാരണം അവരുടെ ട്രേഡ് മാർക്ക് അവർക്ക് യൂസ് ചെയ്യാലോ, അത് ഉള്ളിടത്തോളം കാലം. അതാണ് ഈ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സേതു പറഞ്ഞു, ഒക്ടേവ് അത് എനിക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റില്ല, എനിക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് ഡിസ്കസ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ശരത്ത് പറയാണ്, നമ്മൾ അപ്പോൾ ശരത്ത് ഇന്റർഫിയർ ചെയ്ത് പറയണം, അവരുടെ ലൈസൻസ് അവർ ഗിവ് അപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അല്ല വെറുതെ ഒന്നും അവരുടെ ഒക്ടേവ് ട്രേഡ് മാർക്ക് കൊടുക്കാൻ പോകുന്നില്ല. ശരത്ത് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, കാരണം വെറുതെ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വിട്ട് ഇത് മീഡിയേഷൻ ഇതിലേക്ക് പോകില്ല. അപ്പൊ അഡ്വക്കേറ്റ് അഡ്വൈസ് ചെയ്യാണ്, അവരുടെ ഒക്ടേവ് ട്രേഡ് മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗിവ് അപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ശരത്ത് ചോദിക്കുക. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യണം, വണ്ടർ ബ്രാൻഡ്സ്കിക്ക് നല്ല ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്. അപ്പൊ സേതു പറയാം, ശരിയാണ്, നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച്മെന്റിനെ പറ്റി നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ആസ് എ മീഡിയേറ്റർ ഇടുകയാണ്, നിങ്ങൾക്ക് വണ്ടർ ബ്രാൻഡ്സ്കിയെ നിങ്ങളുടെ കിക്ക് ഒക്ടേൻ വോഡ്ക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർക്ക് കൊടുക്കുന്നത് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പൊ സേതു പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അവർ എൻ്റയർ മാർക്കറ്റിംഗ് സ്കീമിൽ നിന്ന് അവർ വിഡ്രോ ചെയ്യണം. അതായത് അവർ ഈ എന്താ പറയുക, ബോട്ടിൽ എടുത്ത് മാറ്റി, ആ പഴയ റൗണ്ട് ബോട്ടിൽ എടുത്ത് മാറ്റി ആ 8 സൈഡഡ് ബോട്ടിലാക്കി, പിന്നെ അതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഇതൊരു ഫ്രോഡ് പരിപാടിയാണ്. ഈ എൻ്റയർ മാർക്കറ്റിംഗ് സ്കീമിൽ നിന്ന് അവർ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം വില്ലിംഗ് ടു തിങ്ക് അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച്മെന്റ്. കണ്ടോ, അവിടെ ആ മീഡിയേഷൻ ഒരു സെറ്റിൽമെന്റിലേക്ക് നീങ്ങുകയാണ്. അതായത് മറ്റവരിത് മുഴുവൻ മാറ്റണം. അതാണ് സേതു പറഞ്ഞത്, മറ്റവർ ഈ നിങ്ങളുടെ ഈ ബോട്ടിൽ മാറ്റണം, ആ സ്റ്റിക്കർ ഒക്കെ മാറ്റി അവർ പഴയ മാതിരി തന്നെ ആ പിക്കോ ബെല്ലിന്റെ റൗണ്ട് ബോട്ടിൽ തന്നെ അവർ പോവുക. ഈ ഒരു മാർക്കറ്റിംഗ് സ്കീമിൽ നിന്ന് അവർ വിഡ്രോ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ കിക്ക് ഒക്ടേന്റെ ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച്മെന്റ് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ബട്ട് ദർ ഇസ് നോ വേ ഐ കുഡ് ഗോ ഇൻ ദാറ്റ് ഡയറക്ഷൻ ഇഫ് ദേ ആർ സ്റ്റിൽ ഔട്ട് വിത്ത് ഒക്ടേവ്. പക്ഷെ ഈ ഒക്ടേവും വെച്ചിട്ട് അവർ ഇതേമാതിരി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് കൊടുക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. സോ ദേ ഹാവ്. അപ്പൊ ശരത്ത് പറയാണ് സേതുവിന്റെ അടുത്ത് അവർക്ക് റഷ്യൻ ഗവൺമെന്റ് ആയിട്ട് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അതൊരു നല്ലൊരു ഐഡിയ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം അത് നമുക്ക് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച്മെന്റ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനം വളരെ സ്മൂത്ത് ആയിട്ട് കിക്ക് ഒക്ടേൻ റഷ്യൻ മാർക്കറ്റ് മുഴുവൻ വിറ്റ് പൊക്കോളും. കാരണം അവർക്ക് റഷ്യൻ ഗവൺമെന്റ് ആയിട്ട് കണക്ഷൻ ഉണ്ട്, അവർക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്. അപ്പൊ നമ്മുടെ കിക്ക് ഒക്ടേൻ റഷ്യ മുഴുവൻ അങ്ങോട്ട് വിറ്റ് പോയിക്കോളും. സേതു പറയാണ്, ഐ ഹാവ് ടു അഡ്മിറ്റ് ദേ ഹാവ് എൻ എക്സലന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഈവൻ ബ്ലാഡി ബോർഡിനേക്കാളും നല്ലൊരു എക്സലന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഷാലുവിന് ഉണ്ടെന്നുള്ളത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. എന്നിട്ട് പറയാണ്, ഇഫ് ദേ ബാക്ക് അവേ ഫ്രം ദെയർ ബാഡ് ഫെയ്ത്ത് കോണ്ടാക്ട്, അവരുടെ ഈ ബാഡ് ഫെയ്ത്തിൽ നിന്ന് ബാക്ക് അവേ ചെയ്യാൻ അവർ തയ്യാറാണെങ്കിൽ ഞാൻ എൻ്റെ കമ്പനിയുടെ കിക്ക് ഒക്ടേന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഷാലുവിന്റെ കമ്പനിക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് സേതു എൻ്റെ അടുത്ത് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുക, so as I understand, you would exchange octave against a distribution arrangement. കട്ടായ ആരെങ്കിലും? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ ഒക്ടേവിന് പകരം, അതായത് നിങ്ങൾ ആ ഒക്ടേവ് നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച്മെന്റ് അവർക്ക് കൊടുക്കും. മനസ്സിലായില്ല? അപ്പം അവരുടെ ഒക്ടേവിന് പകരം നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച്മെന്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ സേതു വേറൊരു കാര്യം പറയാം, ഈവൻ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല, അവരുടെ ആ വോഡ്ക റഷ്യക്കകത്ത് വേണമെങ്കിൽ പ്രൊഡക്ഷന്റെ ഇത് വരെ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. അതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ അവിടെ കൊടുത്തതെന്ന്. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? സേതു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയോ? ഇനി ജോയിന്റ് സെക്ഷൻ. ഇപ്പൊ 4 പ്രൈവറ്റ് സെഷൻസ് കഴിഞ്ഞ ഇനി ഫൈനൽ ജോയിന്റ് സെക്ഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ്, വി ആർ ബാക്ക് ഇൻ ദ ജോയിന്റ് സെഷൻ. ഓക്കെ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാണ്, നമുക്കൊരു ഫർദർ, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഒരു ബ്രേക്ക് കിട്ടിയ സമയത്ത്. എന്നിട്ട് ഷാലുവിന്റെ അടുത്ത് പറയാം, നിങ്ങളാണെങ്കിൽ റഷ്യൻ മാർക്കറ്റിലെ ലീഡേഴ്സ് ആണ്. എന്നിട്ട് ഞാൻ സേതുവിനെ തിരിച്ച് നോക്കിയിട്ട് പറയാം, നിങ്ങൾക്കാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസും ഇല്ല. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നിങ്ങൾക്ക് ഷാലുവിന് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആൽക്കപോപ്സിന് കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ ഷാലുവിനോട് ചോദിക്കാം, നിങ്ങൾ അതിനെപ്പറ്റി എന്താ പറയുന്നത്? നിങ്ങൾക്ക് എക്സലന്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്, സേതുവിനാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഇല്ല. നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നിങ്ങൾക്ക് സേതുവിന് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ യൂസ് ചെയ്യാൻ പറ്റുമോ അവരുടെ കിക്ക് ഒക്ടേൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ? നിങ്ങൾ അതിനെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് ഞാൻ ഷാലുവിനോട് പറയാം. അപ്പൊ അവര് പറയാണ്, മുമ്പായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കില്ലായിരുന്നു, പക്ഷെ നൗ
ഞാൻ ചിന്തിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ ചാനൽസ് കിക്ക് വോഡ്ക റഷ്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. ബട്ട് ഓൺ 2 കണ്ടീഷൻസ്. ഒന്ന്, എക്സ്ക്ലൂസീവായിട്ട് ഞാനായിരിക്കണം എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ. മാർക്കറ്റിലുള്ളതിനേക്കാൾ ചെറിയ ഒരു ബിറ്റ് ഹയർ ദാൻ ആവറേജ് എനിക്ക് തരണം എന്ന് ഷാലു പറയാം. അതായത് 2 കണ്ടീഷൻ. ഒന്ന്, ഞാൻ മാത്രമായിരിക്കണം റഷ്യയിലെ ഡിസ്ട്രിബ്യൂട്ടർ കിക്ക് ഓക്ടെയിൻ്റെ. 2, മാർക്കറ്റിലുള്ള ആവറേജ് പ്രൈസിനേക്കാൾ കുറച്ച് കൂടുതൽ എനിക്ക് തരണം. അപ്പൊ ഞാൻ സേതുവിനോട് ചോദിക്കാം, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? അപ്പൊ സേതുവിന് വേണ്ടത് എന്തായിരുന്നു? അത് അവർ ഡിമാൻഡ് ചെയ്യുക, ലൈസൻസ് ഞങ്ങൾക്ക് തിരിച്ചു തരണം. എന്താണ് ലൈസൻസ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ, ആ 1992 ആ 3 ഡയമെൻഷണൽ ബോട്ടിൽ ഉണ്ടല്ലോ, ആ ലൈസൻസ് ഞങ്ങൾക്ക് തിരിച്ചു തരണം. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷാലുവിന് ആ 3 ഡയമെൻഷണൽ ബോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലൈസൻസ് തിരിച്ചു തരണം. ഒക്ടേവ് ബ്രാൻഡിന്റെ ആ രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് അസൈൻ ചെയ്ത് തരണം. കാരണം ഞങ്ങളുടെ ഒക്ടൈൻ ഇപ്പൊ ഇഷ്യൂ അതായിരുന്നല്ലോ, അവരുടെ ഒക്ടേവ് ബ്രാൻഡിന്റെ ട്രേഡ് മാർക്ക് ഞങ്ങൾക്ക് തരണം. 1992 ലൈസൻസ് നമുക്ക് തിരിച്ചു തരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി കുഡ് തിങ്ക് അബൌട്ട് പെർസ്യൂയിങ് ഡിസ്ട്രിബ്യൂഷൻ ആസ് വെൽ ആസ് പ്രൊഡക്ഷൻ. അപ്പൊ ഞങ്ങളുടെ ആ ലൈസൻസ് തിരിച്ചു തരിക, നിങ്ങളുടെ ഒക്ടേവ് ബ്രാൻഡ് ഞങ്ങൾക്ക് തിരിച്ചു തരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കിക്ക് ഒക്ടൈൻ ഞങ്ങൾ റഷ്യയിൽ ഇറക്കി, ഞങ്ങളുടെ കിക്ക് ഒക്ടൈൻ റഷ്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് മാനുഫാക്ചർ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഉള്ള റൈറ്റ് ഞാൻ ഷാലുവിന്റെ കമ്പനിക്ക് കൊടുക്കാന്ന് സേതു പറയാണ്. അപ്പം ഷഹാന പറഞ്ഞു ഇപ്പൊ തന്നെ പ്രൊഡക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യണം. അപ്പം ഷാലു പറഞ്ഞു നമ്മൾ ബിസിനസ് ആൾക്കാരാണ്, വി ഹാവ് ടു തിങ്ക് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ. അപ്പം ശരത്ത് പറഞ്ഞു വി വുഡ് ബിക്കോസ് ഒബ്വിയസ്ലി അപ്പൊ ശരത്ത് പറയുന്നത് ശരിയാണ്. നമുക്കത് ശരത്ത് സേതുവിന്റെ അടുത്ത് പറയണം, നമുക്കത് അവർക്കാണെങ്കിൽ റഷ്യൻ മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് അറിയാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പ്രൊഡ്യൂസ് ഇപ്പൊ പ്രൊഡക്ഷൻ സാധനങ്ങളൊക്കെ വേണ്ടേ, അതിപ്പോൾ അവർക്കത് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഷാലു പറഞ്ഞു പ്രൊഡക്ഷനും മാനുഫാക്ചർ ഓഫ് കിക്ക് ഇൻ റഷ്യ, യെസ് വി ഹാവ് വണ്ടർഫുൾ. അപ്പം ഷാലു പറയാണ് ശരിയാണ്, ഞങ്ങൾ പ്രൊഡക്ഷനും മാനുഫാക്ചറും ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഞങ്ങൾക്ക് നല്ല പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, ഞങ്ങൾക്ക് നല്ല ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് പ്രൊഡക്ഷൻ ആണോ കൂടുതൽ ഇമ്പോർട്ടന്റ്? അപ്പം ഷാലു പറയാ അത് നമ്മൾ തമ്മിലുള്ള ബന്ധം അത് കൂട്ടി ഉറപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ എവിടുന്ന് തുടങ്ങി അവസാനം ഷാലു പറയാണ് അത് നല്ലതല്ലേ, പ്രൊഡക്ഷൻ കൂടെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ തമ്മിൽ നല്ലൊരു ബിസിനസ് ടൈപ്പ് ആവും. അപ്പൊ സേതു പറയണ ശരിയാണ്, സം ഇക്കണോമീസ് ഫോർ യു, സം ഇക്കണോമീസ് ഫോർ അസ്. കാരണം അവർക്കും കുറച്ച് ലാഭം ഉണ്ടാവും, നമുക്കും കുറച്ച് ലാഭം ഉണ്ടാവും. ഇനി ഷഹാന പറയുന്നതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്തുകൊണ്ടാണ് പ്രൊഡക്ഷനും അതിൻ്റെ അകത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടേഷൻ ടാക്സ്. ഇപ്പൊ സേതുവിന്റെ കമ്പനി റഷ്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ട് റഷ്യക്കകത്ത് ആ സാധനം കൊടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ടേഷൻ ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. അതേസമയം ഷാലുവിന്റെ കമ്പനി അത് അതിന്റെ അകത്ത് തന്നെ മാനുഫാക്ചർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഇമ്പോർട്ടേഷൻ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ലോക്കൽ പ്രൊഡക്ഷൻ എപ്പോഴും ചീപ്പർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും ലാഭം ഉണ്ടാവും. ഓക്കെ, സോ യു ഡോണ്ട് ഹാവ് ടു പേ ദ ഇമ്പോർട്ടേഷൻ ടാക്സ്. അപ്പൊ സേതു പറയാ ദാറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, അപ്പം ഇനി ഏകദേശം നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അപ്പൊ ഷാലു പറയണം, ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം ചോദിച്ചല്ലോ, ഞാൻ ഷാലുവിന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് റഷ്യക്ക് പുറത്തു പോകാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഷാലു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതും കൂടെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇതിൻ്റെ അകത്ത്. അതായത് ഞങ്ങൾക്ക് കോഫി ഫ്ലേവേർഡ് വോഡ്ക ഉണ്ട്, റെഡ് ഹോട്ട് ചില്ലി പെപ്പർ വോഡ്കയൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട്, പല ഇതൊക്കെ ഞങ്ങൾക്ക് പുറത്തേക്ക് വിൽക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അതായത് ഷാലുവിന് അവരുടെ ഈ സാധനങ്ങൾ അവർക്ക് റഷ്യയിൽ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൂ, അവർക്കത് പുറത്ത് വിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സേതുവിനാണെങ്കിൽ റഷ്യ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ അവർ തമ്മിൽ നല്ലൊരു ബിസിനസ് ടൈപ്പിലേക്ക് വരിക. അപ്പൊ ഷാലു ചോദിക്കുകയാണ്, വി തിങ്ക് അബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ, ഞങ്ങളുടെ ഈ സാധനങ്ങൾ ഈ ഫ്ലേവേർഡ് വോഡ്ക റഷ്യക്ക് പുറത്ത് വിൽക്കണം എന്ന് താല്പര്യമുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ നല്ല നെറ്റ്വർക്ക് പുറത്ത് റഷ്യക്ക് പുറത്ത്. അപ്പൊ can we also ask you whether it is possible to distribute our flavored vodka? അതായത് നിങ്ങളുടെ ഞങ്ങൾ ഇവിടെ വിറ്റോളാം, ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് ഞങ്ങളുടെ ഈ സാധനങ്ങൾ വിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കാണെങ്കിൽ പുറത്ത് നല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഫ്ലേവേർഡ് വോഡ്ക പുറത്ത് റഷ്യക്ക് പുറത്ത് വിൽക്കാൻ സഹായിക്കാൻ പറ്റുമോ? അപ്പൊ സേതു പറയാം നമുക്കൊരു ട്രയൽ ബേസിസിൽ നോക്കാം. വേൾഡ് വൈഡ് എന്ന് പറയുന്നത് ഒരു ബിഗ് വെഞ്ചർ ആണ്. നമുക്കൊരു ട്രയൽ ബേസിസിൽ വി വിൽ സ്റ്റാർട്ട് വിത്ത് US. കാരണം ഏത് US കമ്പനിയാണല്ലോ, നമുക്ക് US-ൽ നിന്ന് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം, പിന്നീട് പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഷാലു പറയാം യെസ് US ഇസ് എ ഗുഡ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ മീഡിയേഷൻ കൺക്ലൂഡ് ചെയ്യുന്നത്. മീഡിയേഷൻ എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാലുവിന്റെ കമ്പനി 3 ഡയമെൻഷണൽ ബോട്ടിലിന്റെ ലൈസൻസ് സേതുവിന് കൊടുത്തു, ഒക്ടേവ് ട്രേഡ് മാർക്കും സേതുവിന് അസൈൻ ചെയ്തു. അതിന് പകരം ഇത് അങ്ങോട്ട് കൊടുത്തതിന് പകരം സേതുവിന്റെ കമ്പനി വോണ്ടർ ബ്രാൻഡ്സ്കിക്ക് എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കിക്ക് ഒക്ടൈൻ ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, അത് മാത്രമല്ല ഷാലുവിന്റെ ഈ ഫ്ലേവേർഡ് വോഡ്കയ്ക്ക് US-ൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സേതുവിന്റെ കമ്പനി സമ്മതിച്ചു. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ
ആക്ച്വലി അവരുടെ പേടി എന്തായിരുന്നു? ഷാലുവിന്റെ ഹൈ ഒക്ടൈൻ വരുമെന്നുള്ളതായിരുന്നു. ഹൈ ഒക്ടൈൻ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ ആ ടോപ്പ് പ്രീമിയം വോഡ്കാസ് അവരുടെ റഷ്യൻ മാർക്കറ്റിൽ അവർ വിചാരിച്ച മാതിരി തന്നെ പൊക്കോളും. സേതുവിന് എന്തായിരുന്നു വേണ്ടത്? ബാക്കി എല്ലായിടത്തും അവരുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. റഷ്യ എന്ന് പറഞ്ഞ വോഡ്കയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അവർക്ക് അവരുടെ കിക്ക് ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. കാരണം ഹൈ ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തടത്തോളം കാലം ഷാലുവിന് പേടിയില്ല. കിക്ക് ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കിക്ക് ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം മറ്റവരുടെ ഇതെല്ലാം നിർത്തിച്ചു. ആ 3 ഡയമെൻഷണൽ ബോട്ടിൽ യൂസ് ചെയ്യുന്നതും ഒക്ടൈൻ എന്നുള്ളതെല്ലാം യൂസ് ചെയ്യുന്നത് നിർത്തി. അതിന്റെ പകരം ഡിസ്ട്രിബ്യൂഷൻ അവർക്ക് കൊടുത്തു. അപ്പൊ ഈ ഒരു മീഡിയേഷനിലൂടെ ഷാലുവിന്റെ കമ്പനിക്ക് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് കിട്ടി. അവരുടെ ആ പ്രീമിയം സൂപ്പർ പ്രീമിയത്തിന് സേതുവിന്റെ ഹൈ ഒക്ടൈൻ വന്നിട്ട് അതിന്റെ മാർക്കറ്റിൽ ഒരു ഡിസാസ്റ്റർ വന്നില്ല. മറ്റവർക്ക് സ്മൂത്ത് ആയിട്ട് ഇമ്പോർട്ടേഷൻ ടാക്സ് ഒന്നും കൊടുക്കാതെ റഷ്യയിൽ മാത്രം അവർക്ക് മാർക്കറ്റ് ഇല്ലായിരുന്നു. ആ റഷ്യയിലെ മാർക്കറ്റും കൂടെ സേതുവിന്റെ കമ്പനി പിടിച്ചെടുത്തു. ഇതാണ് ഇതിന്റെ അകത്ത് സംഭവം ഉണ്ടായത്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് നാളെ ഒരു എന്താ പറയാ, വേണമെങ്കിൽ മോക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ എന്തെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചോ എന്തെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഷാലുവിനും ക്ലിയർ ആയോ? അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു കുഴപ്പമില്ല. ആരെന്ത് പറഞ്ഞാൽ നിങ്ങൾ ശരത്തിന്റെ കൂടെ ഇരിക്കുക, എന്നിട്ട് ശരത്തിന് ഇത് പറഞ്ഞു കൊടുക്കുക, ശരത്തിനെ കൊണ്ടും പറയിപ്പിക്കുക. അത് തന്നെയാണ് വേണ്ടത്. ആര് പറഞ്ഞാലും കുഴപ്പമില്ല, പോയിന്റ്സ് അങ്ങോട്ട് വന്നാൽ മതി. മനസ്സിലായില്ല? അത് നിങ്ങൾക്ക് ആ മെയിൻ ഐഡിയ കിട്ടിയില്ലേ? എന്താണ് ആ ഒരു പ്രൈവറ്റ് സെഷന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 4 പ്രൈവറ്റ് സെഷൻസ് ഉണ്ട്. ഞാൻ ഓരോരുത്തരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെകഞ്ഞെടുക്കുക. എന്താണ് ഷാലുവിന്റെ പേടിയെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കി. ഹൈ ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പേടി. എന്നിട്ട് ഞാൻ രണ്ടാമത് സേതുവിന്റെ അടുത്ത് പ്രൈവറ്റ് സെഷനിൽ വന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ചെകഞ്ഞെടുത്തു. നിങ്ങൾക്ക് ഹൈ ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? അപ്പൊ സേതു പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് അതിനൊന്നും ഉദ്ദേശമില്ല, എനിക്ക് ഒക്ടൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ പതുക്കെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലേക്ക് പോയി. മനസ്സിലായില്ല? ഓരോ പ്രൈവറ്റ് സെക്ഷൻ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിങ്ങളങ്ങ് കൊണ്ടുവരിക, അവസാനം ഇത് മീറ്റ് വിടുക. ഓക്കെ. അതേമാതിരി ഷാലും നാളെ ഷഹാനിയായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? നിങ്ങൾ പറയാനുള്ളത് എന്തായാലും ആ കീ ആയിട്ടുള്ള പോയിന്റ്സ് എന്നിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ ഒരുമിച്ചൊന്ന് ഇരിക്കുക. കാരണം ഒരുമിച്ച് ട്രയൽ എടുത്ത് പറഞ്ഞു നോക്കാം. ട്രയൽ എടുത്ത് ഞാനൊരു കാര്യം ചെയ്യാം. ഈ സംഭവം ആകെ 7 പേജേ ഉള്ളൂ. ഇതാണ് ഞാൻ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയത്. 7 പേജേ ഉള്ളൂ. ഞാൻ ഇതിപ്പോ ഗ്രൂപ്പിലിടാം. ഓക്കെ. 7 പേജ് ഞാൻ വീണ്ടും കുറച്ചിട്ടുണ്ട്. ഈ 7 പേജിന്റെ ഞാൻ ഇപ്പൊ ഗ്രൂപ്പിലിടാം. അത് നാളെ ശരത്തിനും ഷഹാനിക്കും കൂടെ കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇരിക്കാം. ഒന്ന് ഇരുന്നിട്ട് നമുക്കിത് ഒന്ന് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങളതൊന്ന് വായിച്ചു. നിങ്ങൾക്ക് സംഭവം ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ. നിങ്ങൾക്ക് ഇനി നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ 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 ഓക്കെ. ശരി, എന്നാ എക്സിറ്റ് ചെയ്തോ. ഓക്കെ. ഗുഡ് നൈറ്റ്.